ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഒരു ചെറിയ മെഡിക്കൽ എമർജൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൂത്ത ആൾക്ക് അപ്പൻഡിസൈറ്റിസിൻ്റെ ഒരു ചെറിയ പെയിൻ വന്നു. അതിൻ്റെ ഒരു ചെറിയ സർജറിയൊക്കെ ആയിട്ട് ഇപ്പോഴാണ് ഒന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോക്കിയായി വന്നത്. ഷീ ഈസ് കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് നൗ. ഖത്തർ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നെ എടുത്ത് പറഞ്ഞാലും മതിയാവാത്ത ഒന്നാണ്. ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് സിഡ്ര ഹോസ്പിറ്റൽ. അപ്പം നമ്മളുടെ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ഡോക്ടർ റെഫർ ചെയ്തതെന്ന് വെച്ചാൽ എമർജൻസി സർജറി ആയത് കാരണം അങ്ങനെ റെഫർ ചെയ്തതാണ്. അപ്പം RP ഉള്ളവർക്ക് അത്തരത്തിലുള്ള സർജറിക്ക് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഭയങ്കരമായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നാണ്. കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും വന്ന് അവരെ നല്ല കംഫർട്ടാക്കും. ഇപ്പോൾ ഒരു സർജറി കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ അവരെ ശരിക്കും ഒരു കംഫർട്ട് ലെവലിൽ എത്തിച്ചിട്ടാണ് അവരതിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെയുള്ള കിഡ്സിന് മോർണിംഗ് 10 മുതൽ ഈവനിങ് 10 വരെ അവർ ഐപാഡ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് അവിടെ പേഷ്യൻ്റായിട്ട് വരുന്നവർക്കും അവരുടെ സിബ്ലിങ്സിനും. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തൊക്കെയാണ് കുട്ടികൾ ഇപ്പം അവിടെ ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന കുട്ടികളായാൽ പോലും ഉള്ളത്. അപ്പോൾ നമ്മുടെ സർജറി രാവിലെ 10 o'clock പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അന്നത്തെ ദിവസം കുറച്ച് അവർക്ക് തിരക്കുണ്ടായിരുന്ന കാരണം ഈവനിങ് 5 നടന്നത്. ജസ്റ്റ് ഒരു 1 hour കഴിഞ്ഞ സർജറിയാണ്. ആഫ്റ്റർ സർജറി ടൈം എന്ന് പറഞ്ഞാലും നല്ല തരം ഫെസിലിറ്റീസ് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തത്. ട്രീറ്റ്മെൻറ്റിൻ്റെ പൈസ ആയാലും എല്ലാ തരത്തിലും ഡോക്ടേഴ്സ് വന്നിട്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവരുടെ പ്രത്യേകം കൗൺസിലേഴ്സ് ഉണ്ട്. അവർ വന്ന് കുട്ടികളെ കംഫർട്ട് ലെവലിലോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ അവിടെ കുട്ടികളുടെ കിഡ്സ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഒരു റിക്കവറി സ്റ്റേജ് കഴിയുമ്പോൾ കുട്ടികൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ എൻ്റെ ഒരു ചെറിയ നമ്മളുടെ ആ ഒരു ഷോർട്ട് സ്റ്റേ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണിത്. പിന്നെ ഒരു കാര്യം മാത്രമേ നമുക്കൊരു വ്യത്യാസമായിട്ട് തോന്നിയുള്ളൂ. കാര്യം സാധാരണ സർജറി കഴിയുമ്പോൾ പൊടിയരിക്കഞ്ഞി ഇല്ല, പിന്നെ ലൈറ്റായിട്ടുള്ള ഫുഡൊക്കെ ഉള്ളൂ. പിന്നെ ഹോസ്പിറ്റലിൽ വേറെ എടുത്ത് പറയേണ്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പേഷ്യൻസിനായാലും ബൈസ്റ്റാൻഡേഴ്സിനായാലും ഒക്കെ നമുക്ക് അവിടെ പോയിരുന്ന് ഒന്ന് റിലാക്സ് ആവാം. പിന്നെ അടുത്തൊരു കൗതുകമായിട്ടുള്ളൊരു കാഴ്ച അവിടെ കണ്ടതെന്ന് വെച്ചാൽ ദ ലേഡി വിത്ത് ദ പിയാനോ. പിന്നെ 11th അഡ്മിറ്റായ നമ്മൾ 13th ഡിസ്ചാർജ് ആയത്. വീട്ടിലോട്ട് വന്നു. പൂച്ച സാറായിരുന്നു പിന്നെ അസിസ്റ്റൻറ്റ്. പിന്നെ അന്ന് നമ്മളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മളെല്ലാവരും കൂടെ ഒരു ചെറിയ ആഘോഷമൊക്കെ നടത്തി. ജസ്റ്റ് ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയുള്ളൊരു ചെറിയ ആഘോഷം. എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ബാക്കിയുള്ളവരെ വേദനിപ്പിക്കാതെ അവർക്ക് നമ്മളാലാവുന്ന വിധത്തിലുള്ള ഹെൽപ്പൊക്കെ ചെയ്ത് ഒന്ന് സിമ്പിളായിട്ട് ജീവിച്ചു പോയേ. വലിയ കാര്യങ്ങളൊന്നും തലയിൽ വെക്കാതെ നമുക്കുള്ള കാര്യങ്ങൾക്ക് ഗ്രേറ്റ്ഫുള്ളായിട്ട് ജീവിക്കുകയാണെങ്കിൽ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ ചെറിയ വ്ളോഗ് കണ്ട് എല്ലാവർക്കും നന്ദി. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ.